നമസ്തേ. ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും കാശ്മീരും അപ്രത്യക്ഷമായാൽ അതൊരു പ്രിന്റിംഗ് പിഴവ് മാത്രമാണോ? അതോ ദേശീയ അഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന ഗുരുതരമായ വീഴ്ചയോ? കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് അഭിമാന നേട്ടം സമ്മാനിച്ച താരങ്ങൾക്ക് ഒരുക്കിയ വിരുന്നിൽ ഒടുവിൽ ഒരു ദേശീയ വിവാദമായിട്ട് മാറുകയായിരുന്നു. ഒറ്റ നാപ്കിനിൽ അച്ചടിച്ച തെറ്റായ ഭൂപടം ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. പക്ഷേ അതിന് പിന്നാലെ സംഭവിച്ചത് ഓരോ ഇന്ത്യക്കാരനും അറിയേണ്ടതാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ എക്കാലത്തെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ബോക്സിംഗ് ടീമിനെ ആദരിക്കാൻ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ സംഘടിപ്പിച്ച വിരുന്നാണ് ഇപ്പോൾ വലിയ വിവാദത്തിന് കാരണമായിരിക്കുന്നത്. പ്രശസ്ത ഇന്ത്യൻ റെസ്റ്റോറന്റായിട്ടുള്ള മിസ്റ്റർ സിംഗ്സ് ഇന്ത്യ ദി ഹോം ഓഫ് കറിയിൽ ഉപയോഗിച്ചിരുന്ന നാപ്കിനുകളിലും ബോർഡുകളിലും ഇന്ത്യയുടെ തെറ്റായ ഭൂപടമാണ് പതിച്ചിരുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും ജമ്മു കാശ്മീരിന്റെ ഭാഗങ്ങളും ഒഴിവാക്കിയ ആ ഭൂപടം ആദ്യം ശ്രദ്ധയിൽപ്പെടുത്തിയത് ഒളിമ്പിക് മെഡൽ ജേതാവും അസം സ്വദേശിനിയുമായ ലവ്ലീന ബൊർഗോഹെയ്നാണ്. ഒരു താരത്തിന്റെ ജാഗ്രതയും രാജ്യത്തോടുള്ള ഉത്തരവാദിത്വ ബോധവും ചേർന്നപ്പോൾ ചെറിയതായി തോന്നിയ ഒരു പിഴവ് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായ വിഷയമായി മാറുകയായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് നൽകിയ വിരുന്നിനിടെ ഭാരതത്തിന്റെ തെറ്റായ ഭൂപടം ഉപയോഗിച്ച സംഭവത്തിൽ വൻ വിവാദം ഉയരുകയായിരുന്നു. ഗ്ലാസ്ഗോയിലെ പ്രശസ്തമായ മിസ്റ്റർ സിംഗ്സ് ഇന്ത്യ ദി ഹോം ഓഫ് കറി എന്ന റെസ്റ്റോറന്റിൽ വിളമ്പിയ നാപ്കിനുകളിലും ബോർഡുകളിലും പതിച്ച ഭൂപടത്തിൽ നിന്ന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും ജമ്മു കാശ്മീരിന്റെ ഭാഗങ്ങളും പൂർണ്ണമായി ഒഴിവാക്കിയതാണ് വിവാദമായത്. വിഷയം ഒളിമ്പിക് മെഡൽ ജേതാവും അസം സ്വദേശിനിയുമായിട്ടുള്ള ബോക്സിംഗ് താരം ലവ്ലീന ബൊർഗോഹെയ്ൻ ചൂണ്ടിക്കാണിച്ചതോടെ സ്കോട്ട്ലൻഡിലെ ഇന്ത്യൻ എംബസി വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും ഹോട്ടൽ അധികൃതർ പരസ്യമായി മാപ്പ് പറഞ്ഞ് തെറ്റായ ഭൂപടം പിൻവലിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഈ വാർത്തയുടെ വിശദമായ കാര്യങ്ങളിലേക്ക് പോകാം. കോമൺവെൽത്ത് ഗെയിംസിൽ 7 സ്വർണവും 3 വെള്ളിയും അടക്കം 10 മെഡലുകളുമായി എക്കാലത്തെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് വിരുന്ന് നൽകാനാണ് സംഘാടകർ പ്രമുഖ റെസ്റ്റോറന്റായ മിസ്റ്റർ സിംഗ്സ് തിരഞ്ഞെടുത്തത്. എന്നാൽ അവിടെ ഭക്ഷണത്തിനിടെ നൽകിയ നാപ്കിനിൽ പ്രിന്റ് ചെയ്തിരുന്ന ഇന്ത്യൻ ഭൂപടത്തിൽ സ്വന്തം ജന്മനാടായ വടക്കുകിഴക്കൻ പ്രദേശം പൂർണ്ണമായും വെട്ടിമാറ്റിയ നിലയിലാണെന്ന് ലവ്ലീന കണ്ടെത്തുകയായിരുന്നു. ദയവായി ഇതൊരു തെറ്റായ രീതിയിൽ എടുക്കരുത്, പക്ഷേ ഇത് കണ്ട് എൻ്റെ മനസ്സിന് വലിയ വിഷമം തോന്നി. ഭാരതത്തിന്റെ ഭൂപടത്തിൽ നിന്ന് നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു. ഹോട്ടലിന് മുന്നിലെ ബോർഡിലും ഇതേ തെറ്റായ ഭൂപടമാണ് ഉള്ളത്. വടക്കുകിഴക്കൻ മേഖലയിൽ നിന്നുള്ള ഒരാൾ എന്ന നിലയിൽ ഇത് ഞങ്ങളെ ഏറെ വേദനിപ്പിക്കുന്നു. ഭാരതത്തിന്റെ ഓരോ ഭാഗവും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് എന്ന് ലവ്ലീന വീഡിയോയിലൂടെ വ്യക്തമാക്കി. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. मुझे ये थोड़ा सा बुरा लगा. ये इंडिया मैप में हमारे नॉर्थ ईस्ट नहीं है. Have you got missing in? Yes. That's a typo, madam. The new ones, I've got new napkins. I've got them. The new napkins. बाहर भी वहाँ लगा हुआ है कि हमारे भारत का मैप को कट कर दिया. हम नॉर्थ ईस्ट वालों के लिए बहुत भाई नॉर्थ ईस्ट भी नहीं है. और एक चीज देन आई विल आल्सो पॉइंट आउट कि कश्मीर भी पुरानी है. So please make sure that this is amended because we know that you have India's interest at heart. बस इतना ही बोलना था. प्लीज नेक्स्ट टाइम से ये थोड़ा सा ध्यान रखिए. थैंक यू सो मच. सही बोला आपने. ലവ്ലീനയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ BFI പ്രസിഡന്റ് അജയ് സിംഗും രംഗത്തെത്തിയിരുന്നു. ഭൂപടത്തിൽ ജമ്മു കാശ്മീർ പ്രദേശവും അപൂർണമായാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംഭവം വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചതോടെ സ്കോട്ട്ലൻഡിലെ ഇന്ത്യൻ എംബസി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഹോട്ടൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടു. തുടർന്ന് റെസ്റ്റോറന്റ് മാനേജ്മെന്റ് തെറ്റ് പരസ്യമായി സമ്മതിക്കുകയും മാപ്പ് അപേക്ഷിച്ച് ഔദ്യോഗിക പ്രസ്താവന ഇറക്കുകയും ചെയ്തു. 32 വർഷമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം എന്ന നിലയിൽ ഇന്ത്യൻ താരങ്ങളുടെ വികാരം വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും തെറ്റായ ഭൂപടം ഉൾപ്പെടുത്തിയ നാപ്കിനുകളും ലോഗോയും ഉടനടി മാറ്റി ശരിയായ ഭൂപടം ഉൾപ്പെടുത്തുമെന്നും അവർ അറിയിച്ചു. മാപ്പപേക്ഷ നൽകിയതിന് പിന്നാലെ വിവാദങ്ങൾ തണുപ്പിക്കാനായിട്ട് റെസ്റ്റോറന്റ് തങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും താത്കാലികമായി നിശ്ചലമാക്കിയവർ. എന്തായാലും ഇന്ത്യൻ എംബസി ഈ വിഷയത്തിൽ ഇടപെടുകയും റെസ്റ്റോറന്റ് അധികൃതർ പരസ്യമായി മാപ്പ് പറയുകയും തെറ്റായ ഭൂപടം ഉടൻ തന്നെ പിൻവലിക്കുമെന്നും അറിയിക്കുകയും ചെയ്തു. നോക്കൂ, ഇതാണ് ഇന്ത്യൻ സംസ്കാരം. തെറ്റ് കണ്ടാൽ പ്രതികരിക്കും, പക്ഷേ മാന്യത കൈവിടില്ല. സ്വന്തം രാജ്യത്തിന്റെ അഖണ്ഡതയിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. എന്നാൽ അത് പറയുന്ന രീതിയിലും ഇന്ത്യയുടെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കും. ഇതാണ് ഇന്ത്യ. ഇതാണ് ഒരു യഥാർത്ഥ ഇന്ത്യക്കാരന്റെ സംസ്കാരം.
രാജ്യത്തിനായി മെഡൽ നേടുന്നത് മാത്രം രാജ്യസ്നേഹമല്ല. രാജ്യത്തിന്റെ അഭിമാനത്തെയും അഖണ്ഡതയും ചോദ്യം ചെയ്യുന്ന ഒരു തെറ്റ് എവിടെ കണ്ടാലും അതിനെ മാന്യമായും ഉറച്ച നിലപാടോടെയും ചൂണ്ടിക്കാണിക്കുന്നതും യഥാർത്ഥ ദേശീയത തന്നെയാണ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ത്യൻ താരങ്ങൾക്കായി ഒരുക്കിയ വിരുന്നിനിടെ നാപ്കിനിൽ അച്ചടിച്ചിരുന്ന ഇന്ത്യയുടെ അപൂർണ ഭൂപടം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒളിമ്പ്യൻ ലവ്ലിന ബൊർഗോയ്ൻ അത് നിശബ്ദമായി നോക്കി കണ്ടില്ല. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഒഴിവാക്കിയ ഭൂപടം കണ്ടപ്പോൾ സ്വന്തം നാടിനോടും രാജ്യത്തോടുമുള്ള ഉത്തരവാദിത്ത ബോധത്തോടെ അവർ റെസ്റ്റോറന്റ് അധികൃതരോട് അത് തിരുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. ബഹളമുണ്ടാക്കിയില്ല, അപമാനിച്ചില്ല, എന്നാൽ ഇന്ത്യയുടെ അഖണ്ഡതയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ലവ്ലിനയ്ക്ക് അഭിനന്ദന പ്രവാഹമാണ്. ഇതാണ് യഥാർത്ഥ ദേശീയത, ഇതാണൊരു യഥാർത്ഥ ഇന്ത്യക്കാരിയുടെ നിലപാട്. മെഡൽ നേടിയ ചാമ്പ്യൻ മാത്രമല്ല, രാജ്യത്തിന്റെ അഭിമാനം കാത്ത ചാമ്പ്യനും എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് ഈ വീഡിയോയ്ക്ക് താഴെയും ലവ്ലിനയ്ക്ക് നേരെയും ഒക്കെ വരുന്നത്. എന്തായാലും രാജ്യസ്നേഹ മുദ്രാവാക്യങ്ങളിൽ മാത്രമല്ല പ്രവൃത്തിയിലൂടെയും പ്രകടമാകുമെന്ന് ലവ്ലിന ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഓരോ ഇഞ്ചും സ്വന്തം നാടാണെന്ന് വിശ്വസിക്കുന്ന മനസ്സാണ് യഥാർത്ഥ ദേശീയത. ആ ഒരു അർത്ഥത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയ പറയുന്നത് ഒറ്റ വാചകമാണ്: ലവ്ലിനയാണ് യഥാർത്ഥ ഭാരതപുത്രി. ഇതാണ് ഒരു റിയൽ നാഷണലിസ്റ്റ്. അതേസമയം ഗ്ലാസ്ഗോയിൽ നടന്ന 2026 കോമൺവെൽത്ത് ഗെയിംസിന് കൊടിയിറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച സമാപിച്ച ഗെയിംസിൽ 39 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാമതെത്തി. 13 സ്വർണം, 17 വെള്ളിയും 9 വെങ്കലവും അടങ്ങുന്നതാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. 171 മെഡലുകളുമായി ഓസ്ട്രേലിയയാണ് മെഡൽ പട്ടികയിൽ 1ാമത്. ഇംഗ്ലണ്ടും കാനഡയും എന്നീ രാജ്യങ്ങൾ തൊട്ടു പിന്നിലായിട്ടുണ്ട്. സംഗീത സാന്ദ്രവും വർണ്ണശബളവുമായിരുന്നു ഗ്ലാസ്ഗോയിലെ സമാപന ചടങ്ങ്. ഓസ്ട്രേലിയൻ ഗായിക ഡെൽറ്റ ഗുഡ്രേം, സ്കോട്ടിഷ് ഗായകൻ കാമി ബാൺസ്, സാൻഡി ടോം തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. ഇന്ത്യയിൽ നിന്ന് ശങ്കർ മഹാദേവൻ, മാനുഷി ചില്ലാർ തുടങ്ങിയവരും സമാപന ചടങ്ങിന്റെ വേദിയിലെത്തി. സ്വർണ്ണ മെഡൽ ജേതാവായ ബോക്സർ ജാസ്മിൻ ലംബോറിയാണ് സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാകയേന്തിയത്. ഇനി 2030 ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് അടുത്ത കോമൺവെൽത്ത് ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ 100ാം വാർഷികത്തിലാണ് അഹമ്മദാബാദ് വേദിയാകുന്നത്. ഗ്ലാസ്ഗോയിലെ സമാപന ചടങ്ങിൽ അടുത്ത ഗെയിംസിനായുള്ള ബാറ്റൺ ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തു. ഒരു രാജ്യത്തിന്റെ ഭൂപടം വെറും രേഖകളുടെ കൂട്ടമല്ല, അത് ആ രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും അഖണ്ഡതയുടെയും ദേശീയ സ്വത്വത്തിന്റെയും പ്രതീകമാണ്. ഇന്ത്യയുടെ ഒരു ഭാഗം പോലും ഒഴിവാക്കപ്പെട്ട ഭൂപടം അംഗീകരിക്കാനാവില്ലെന്ന സന്ദേശമാണ് ഈ സംഭവത്തിലൂടെ വീണ്ടും ഉയർന്നത്. ലവ്ലിന ബൊർഗോയ്ൻ ഉയർത്തിയ പ്രതിഷേധം ഒരാളുടെ വികാരം മാത്രമായിരുന്നില്ല, 140 കോടിയിലധികം ഇന്ത്യക്കാരുടെ ആത്മാഭിമാനത്തിന്റെ ശബ്ദമായിരുന്നു അത്. പ്രതിഷേധം ശക്തമായതോടെ ഇന്ത്യൻ എംബസി ഇടപെട്ടു, റെസ്റ്റോറന്റ് മാപ്പ് പറഞ്ഞു, തെറ്റായ ഭൂപടം പിൻവലിച്ചു. അതിലൂടെ ഒരേയൊരു കാര്യം കൂടി തെളിഞ്ഞു: ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന ഏത് പിഴവിനും ഇനി നിശബ്ദതയല്ല, ശക്തമായ പ്രതികരണമാണ് മറുപടിയെന്ന്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്പെട്ടാൽ മാക്സിമം ആളുകളിലേക്ക് എത്തുന്നതിനായിട്ട് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒപ്പം നമ്മുടെ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.